പഴയ ആ ഒരു ബസ് ഡ്രൈവേഴ്സിൻ്റെ പോലുള്ള അപ്പോഴത്തെ ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള വണ്ടികളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന ലാഭമാണ്. എനിക്ക് തോന്നുന്നു അത് KSRTC മനസ്സിലാക്കിയോണ്ടാണ് സൂപ്പർ. നമസ്കാരം. ട്രാവലറിന് ശേഷം അടുത്ത വണ്ടി ഹെവിയാണ്. ഹെവി എന്ന് പറയുമ്പോൾ ടാറ്റയുടെ അൾട്രാ പ്രൈമാണ് 8.6/44 എന്നുള്ള ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ ഏറ്റവും പുതിയ ഇന്നോവേഷനാണ് പറയുന്നത് ബസ്സിലെ. അപ്പോൾ എന്താണ് മാർക്കോ പോളോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്? നിങ്ങൾ പറഞ്ഞു ടാറ്റ അൾട്രാ പ്രൈമാണെന്ന് പറയുമ്പോൾ മാർക്കോ പോളോ എന്താണ് അത് പറയാം. ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. ഇതിന് KSRTC സൂപ്പർ ഫാസ്റ്റുമായിട്ടുള്ള വ്യത്യാസം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടു കാണും. അതിന് കാരണം എന്ന് പറയുന്നത് KSRTCയുടെ പുതിയ സൂപ്പർ ഫാസ്റ്റും. അപ്പോൾ ടാറ്റ അൾട്രാ പ്രൈം എന്നീ വണ്ടിയുടെ പേരെന്ന് പറയുമ്പോൾ എന്താണ് മാർക്കോ പോളോ എന്ന് പറഞ്ഞാൽ, മാർക്കോ പോളോയും ACGLും ടാറ്റ മോട്ടോഴ്സിൻ്റെ കീഴിലുള്ള ആ ഒരു ബോഡി ബിൽഡേഴ്സാണ്. അപ്പോൾ ഇതൊരു ബ്രസീലിയൻ ആ ഒരു ബോഡി ബിൽഡർ ഈ കമ്പനി എന്ന് പറയുന്നത്. ഇവരിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് മാർക്കോ പോളോയുടെ ആ ഒരു ലോഗോ. അതായത് ഈ വണ്ടിയുടെ ബോഡി എന്ന് പറയുന്നത് മാർക്കോ പോളോയുടെ ബോഡിയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് മുന്നേ നമുക്ക് ഇവിടെ നടന്ന് കാണാം എന്താണ് മുന്നിലെ കാര്യങ്ങൾ, എന്താണ് വശങ്ങളിൽ. അതിനുശേഷം അകത്ത് കയറിയിട്ട് ആ ഒരു സീറ്റിൻ്റെ കാര്യം കൂടി പറയാം. എന്നിട്ട് റോട്ടിലേക്ക് എടുത്ത് ഓടിക്കാം. സാധാരണ കൺവെൻഷണൽ ബസ്സുകളുടെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഷാസി എടുക്കുന്നു അല്ലെങ്കിൽ ചേസ് എടുക്കുന്നു, എന്നിട്ട് ബോഡി ബിൽഡ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ആ ഒരു സൗകര്യത്തിന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് കാറുകളെ പോലെ ഷോറൂമും തന്നെ ബസ് മൊത്തത്തിൽ ഇറക്കുക എന്നുള്ളതാണ്. AC കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീറ്റുകളോട് കൂടിയിട്ട് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു മാർക്കോ പോളോ ഈ ഒരു സീരീസിൻ്റെ മുൻവശം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ബസ്സുകളുമായിട്ട് യാതൊരുവിധ സാമ്യം പറയാൻ പറ്റില്ല. കാറുകളുടെ പോലെ DRL ഉണ്ട്, ഇൻഡിക്കേറ്ററുകൾ കാണാം, ഇപ്പോൾ താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഹെഡ് ലാമ്പാണ്, എന്നാൽ നല്ല വെളിച്ചമുള്ള ഹെഡ് ലാമ്പാണ്. മാർക്കോ പോളോയുടെ ബ്രാൻഡിങ്ങും ആ ഒരു ചെറിയ ഹണിക്കോം പാറ്റേണും ലോഗോയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 2 വൈപ്പറുകളുണ്ട്. ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ ഒരു വൈപ്പർ വയ്ക്കാറുള്ളൂ, അതും കാശ് ലാഭം നോക്കിയിട്ടാണ് പലരും. ചിലരൊക്കെ 2 വൈപ്പർ വയ്ക്കാറുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിൽ. പിന്നെ ഈ ഗ്ലാസ് വഴിയുന്ന നോസിൽ എന്ന് പറയുന്നത് 2 കൊടുത്ത് നല്ല കാര്യമാണ്. മിററുകൾ എന്ന് പറയുന്നത് വലിയ മിററുകൾ കൊടുത്തിരിക്കുന്നത്, വലിയ ഗ്ലാസ് ഏരിയയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ആളുടെ ആ ഒരു സ്റ്റിയറിംഗ് പോസ്റ്റും അല്ലെങ്കിൽ ആ ഒരു സീറ്റുമൊക്കെ തീർത്തും കാറുകളിലേതുപോലെ ആക്കി എന്നുള്ളതാണ് ആ ഒരു ഫാക്ടറി ഫിറ്റ് ബോഡിയായിട്ട് വരുമ്പോഴുള്ള ആ ഒരു ഗുണം എന്നുള്ളതാണ്. KSRTCയുടെ പുതിയ ബസ്സിൻ്റെ വലിപ്പമാണ് കൂടുതൽ, നീളമാണ് കൂടുതൽ. ഇതിന് 6 വീല് തന്നെയാണ്. ഇതും ആ ഒരു വണ്ടി സെയിം മോഡലാണ്. അതായത് 8.6/44 എന്ന് പറയുന്നത് 4400 മില്ലിമീറ്റർ വീൽ ബേസിനാണ്. ഈ വീൽ ബേസ് എന്ന് പറയുന്നത് 5500 മില്ലിമീറ്ററാണ് നമ്മുടെ ആ ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റിൻ്റെ എന്നുള്ളതാണ്. ഒരു ഡോറേ ഉള്ളൂ, അത് ഫ്രണ്ടിലാണ്. മോട്ടറൈസ്ഡ് സ്ലൈഡിങ് ഡോറാണത്. അപ്പോൾ കയറാൻ ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല. ചെറിയ വീലുകളായതുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി കയറാൻ വളരെ ഈസിയാണ്. അതായത് നിരത്തിൽ നിന്നും അധികം ഉയരമില്ലാത്ത ആ ഒരു സ്റ്റെപ്പാണെന്നുള്ളതാണ്. ഈ ഒരു വീൽ കണ്ടോ, ഇതിൻ്റെ ആ ഒരു വീൽ ഡിസൈൻ, ആ ഒരു സ്റ്റീൽ മസിൽ എന്ന് പറയുന്ന ആ ഒരു MRFൻ്റെ ടയറാണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. സാധാരണ ബസ്സുകളുടെ പോലെയല്ല, ഇത് ട്യൂബ്ലെസ് റേഡിയലാണ്. 17.5 ഇഞ്ച് 225 വീതിയുള്ള ആ ഒരു ടയറാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കാറുകളുടെ പോലെ ആയി, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളായിട്ടുണ്ട് ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ തന്നെയും. അതിൻ്റെ ഒരു കാര്യമായിട്ട് നമ്മൾ അന്ന് കണ്ട ട്രാവലറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ ഒരു 2 ലൈനുകൾ കണ്ടോ, അല്ലെങ്കിൽ 2 ആ ഒരു പൈപ്പുകൾ കണ്ടോ, സ്ലൈഡിങ് ഡോറാണ്. ഫിക്സഡ് ആ ഒരു ഗ്ലാസ് അല്ല. അതായത് ഇതിനകത്ത് AC ഉണ്ടെങ്കിൽ നമുക്ക് AC ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ AC ഓഫ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ആ ഒരു കാറ്റ് കൊണ്ടുപോകാനുള്ള ഓപ്ഷനുണ്ട് എന്നുള്ളതാണ്. വലിയ ബസ്സുകളിലേതുപോലെ എയർ ബ്രേക്ക് തന്നെയാണ്. മുന്നിലും പിന്നിലും ആ ഒരു ലീഫാണ് സസ്പെൻഷൻ എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ഹൈഡ്രോളിക് മൗണ്ടറാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ബാഗുകൾ വെക്കുന്ന സൗകര്യമുണ്ട്. അവിടെ അതിൻ്റെ ആഡ് ബ്ലൂ ടാങ്കും അതിന് ഫ്യൂൾ ടാങ്കൊക്കെ വരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് തീർത്തും യൂസ്ഫുൾ ആണെന്ന് തന്നെ പറയാം. ഫാക്ടറി നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട് കാറുകളുടെ കാര്യത്തിൽ. ബസ്സിൽ അതിൻ്റെ ഗുണം നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ എമർജൻസി ആ ഒരു സ്വിച്ച് ഇത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു കാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസുകളുടെ ആ ഒരു വിന്യാസം എന്ന് പറയുന്നത്, സ്പേസ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ബോഡി ബിൽഡ് ചെയ്യുന്നത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവും കുറച്ചും കൂടി ആ ഒരു അഡ്വാൻസ്ഡുമായിരിക്കും ഫാക്ടറി ഫിറ്റ് എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു മാർക്കോ പോളോ ഉള്ള ഒരു ഗുണമായിട്ട് KSRTC കണ്ടിട്ടുണ്ടാവുക, KSRTCക്കാരും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഫിക്സഡ് ഗ്ലാസ് മോഡലുണ്ട്. അതാണ് ആ ഒരു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത്. വലതുവശത്ത് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പുകൾ കാണാം ഡ്രൈവർക്ക്. പിന്നെ എയർ ഫിൽറ്റർ ബോക്സ് സാധാരണ പോലെ. അതുമാത്രമല്ല ഇവിടെ ആ ഒരു ആഡ്ബ്ലൂൻ്റെ ടാങ്കെല്ലാമാണ്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇല്ല. ബാറ്ററി ബോക്സൊക്കെ അപ്പുറത്ത്, സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തൊരു സ്ഥലമായിട്ട് ഈ ഒരു വലതുവശത്തേയും കാണാനുള്ളതാണ്. എനിക്കിതിൻ്റെ ഒരു ഉയരവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് റൈറ്റ് സൈഡിൽ ബാക്കിലായിട്ടാണ്. ഗ്ലാസ് പൊടിച്ചിട്ട് തുറക്കണം. പിന്നെ സേഫ്റ്റി നോംസ് കുറച്ചും കൂടി സ്ട്രോങ് ആയതുകൊണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. പിന്നെ
ടാറ്റ സുമോ പോലുള്ള വണ്ടികളെ കണ്ടിട്ടുള്ള LED ആ ഒരു ടെയിൽ ലാംപ്സ് കാണാം. സുമോക്ക് LED അല്ല, ആ ഒരു ഡിസൈൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ പറഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഡിക്കിന്ന് ആ ഒരു സാധാരണ ഒരു വിളിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ആ ഒരു ഫിക്സഡ് സീറ്റിൻ്റെ താഴെയാണ്. അതെന്താണ് ഫിക്സഡ് സീറ്റ് എന്ന് പറയാൻ കാരണം ഞാൻ അകത്ത് കയറും പറയാം. ഇവിടെ ഒരു ചെറിയ ആ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു യൂട്ടിലിറ്റി പോലെ. പിന്നെ ഇതും നിൽക്കുന്നത് ആ ഒരു ഹൈഡ്രോളിക് ഷെഡ് തന്നെയാണ്. അതുകൊണ്ട് പൊക്കാനും അല്ലെങ്കിൽ യാത്രക്കാർക്ക് തന്നെ തുറക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. മാർക്കോ പോളോ എന്നുള്ള ആ ലോഗോയും കൂടാതെ ഇവിടെ ടാറ്റ എന്നുള്ള ലോഗോയും കാണാം. ഒരു സ്പോയിലർ പോലെ ഭാഗം കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് വെള്ളം അധികം ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് LED കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഗ്ലാസ് ഏരിയ കൂടി കാണാമെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ലളിതമാണ് പക്ഷേ സുന്ദരമാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് 30+1, അതായത് 30 സീറ്ററും ഡ്രൈവറുള്ള വണ്ടിയാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പുഷ് ബാക്ക് സീറ്റാണെന്നുള്ളതാണ്. പുഷ് ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സീറ്റ് നമുക്ക് പുഷ് ചെയ്തിട്ട് ലോങ് യാത്രകളിൽ വിശ്രമിക്കാൻ പറ്റും. ഇത് ഫ്രണ്ടിലേക്ക് നമുക്ക് ആക്കാനും പറ്റും. അതായത് ഫാക്ടറി ഫിറ്റഡ് പുഷ് ബാക്ക് സീറ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആ ഒരു ഫിക്സഡ് സീറ്റ് എന്ന്, ഈ സീറ്റുകൾ ഫിക്സഡാണ്. ഈ ഒരു സീറ്റുകൾ നമ്മൾ ഫിക്സ് ആയിട്ടായിരിക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെ എമർജൻസി എക്സിറ്റിലേക്ക് പോകാനുള്ള ഒരു വഴി ഇവിടെ കാണാം. പുൾ ഔട്ട് പ്ലാസ്റ്റിക് കവർ, പുൾ ഇൻ ഹാൻഡ് ലിവർ, പുഷ് ദ ഡോർ ഔട്ട്. ഇനി ബാക്ക് സീറ്റ് അടിയിൽ നമുക്ക് ആ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാണാം. പിന്നെ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വിമാനങ്ങളുടെയൊക്കെ പോലെ ആ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, പിടി ഉണ്ട്. ഇതാ ഇവിടെ ഒരു ഹുക്കും കാണാമെന്നുള്ളതാണ്. ഇനി AC വെൻറ്റുകൾ ഓരോ സീറ്റിലും കാണാം. ഈ ഒരു AC വെൻറ്റുകൾ നമുക്ക് തുറക്കാനും അടയ്ക്കാനുമുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതും വിമാനങ്ങളുടെ പോലെ തന്നെ പറയാം. ഇവിടെ നമുക്ക് ആ ഒരു ആളെ വിളിക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺസ് കണ്ടോ, അത് ലൈറ്റിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഓരോ സീറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ കാണുന്നത് AC-യുടെ ആ ഒരു അസംബ്ലിയുടെ ഭാഗമായിട്ടാണ്. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് തുറക്കാനുള്ള ആ ഒരു ഡക്റ്റും ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇത് തുറന്ന് വയ്ക്കാം. തുറന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു എയർ കുറച്ചുകൂടി കിട്ടും. ഇപ്പോൾ AC ഇട്ടല്ല ഓടിക്കുന്നെങ്കിൽ നമുക്ക് തുറന്ന് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 3 വിധത്തിൽ തുറക്കാൻ പറ്റുന്നുണ്ട്. മുന്നിലും ആ ഒരു പിന്നിലും പൊക്കിയിട്ട് നേരെയും പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഹെഡ് റൂമും ഈ ഒരു ലൈറ്റുകളൊക്കെ തന്നെ ഈ വണ്ടിയുടെ ബെനിഫിറ്റായിട്ട് കാണാം. ഇവിടെ ആ ഒരു വലിയ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആ ഒരു ഹുക്കുകളുണ്ട് പിടിക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ വണ്ടി മേടിച്ചാൽ ആകെ ചെയ്യേണ്ടത് ഒരു TV അല്ലെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റം എന്നുള്ള കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. ഫുഡ് റെസ്റ്റ് വരെയുള്ള ആ ഒരു വണ്ടിയാണിത്. അത് മാത്രമല്ല, അപ്പോൾ സേഫ്റ്റിയുടെ ഒരു കാര്യം പറയുമ്പോൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്, ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം തന്നെയും ടാറ്റ മോട്ടോഴ്സാണ്. അതിൻ്റെതായിട്ടുള്ള കാര്യമായിട്ട് കാണാം. ഇപ്പോൾ സ്ക്വയർ പൈപ്പൊക്കെയാണ് സീറ്റിൻ്റെ കാര്യമായിട്ട് കാണുന്നത്. പിന്നെ ഈ ഒരു ഫാബ്രിക് ഉണ്ടോ, ഇത് കവർ ഒരു വെച്ചാണ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ഫ്രണ്ടിലായതുകൊണ്ട് സീറ്റ് ബെൽറ്റുകളുള്ള ആ ഒരു സീറ്റാണ്. ഈ സീറ്റിൽ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ കാണാം. ഹരിത സീറ്റ് എന്ന് പറയുന്ന പ്രീമിയം സീറ്റ് ഡിസൈനാണ് ഇവർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് ആ ഒരു റെക്സിൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ടിരിക്കാം. തല വയ്ക്കുമ്പോൾ ആ ഒരു എണ്ണയൊന്നും സീറ്റിലാവില്ല എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഒബ്വിയസ്ലി പുഷ് ബാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുഷ് ബാക്ക് ചെയ്തിരിക്കാം. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് കാഴ്ച കണ്ടു പോകുമ്പോൾ സേഫ്റ്റിക്ക് സീറ്റ് ബെൽറ്റും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഡെക്റ്റ് നമുക്കിവിടെ മുകളിലും കാണുന്നുണ്ട് കണ്ടോ. ഇതാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ. മൈറ്റി 3.3 ലിറ്റർ എന്ന് ഞാൻ പറയുമ്പോൾ നോക്കും മൈറ്റിയോ, പക്ഷേ സാധാരണ ബസ്സുകളുടെ പോലല്ല. ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, ടർബോ എന്നുള്ളതാണ്. വിത്ത് AC മൗണ്ടൻ. അതിനകത്ത് തന്നെയാണ് എക്സ്ട്രാ ഒരു എഞ്ചിൻ ഒന്നല്ല ACക്ക്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ റൂം കണ്ടോ, ഈ ഒരു വലിയ എഞ്ചിൻ കണ്ടോ, ഈ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ പവറും കാര്യങ്ങളും വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറയാം. ഗിയർ ബോക്സിനെ കുറിച്ച് പറയാം. കേബിൾ ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഗിയർ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് പെട്രോൾ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി താഴെ അവർ ആ ഒരു കണ്ടോ ഡാമ്പിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് പോലുള്ള ഡാമ്പിങ് എല്ലാം കൊടുത്തത് തീർത്തും ഈ ഒരു വണ്ടിയുടെ ചൂട് കുറയ്ക്കാനായിട്ട് ഉപകരിക്കും. പിന്നെ ഇതാണ് ആ എഞ്ചിൻ്റെ വൃത്തിയായിട്ടുള്ള രൂപം എന്നുള്ളതാണ്. ഇതിനകത്ത് കയറാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ, ഉയരം കുറവാണ്ടേ. ഇപ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറിൽ 2 ഹാൻഡിലുകളുണ്ട്, പിടിച്ച് ചവിട്ടേം കയറാം. ഈ സീറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് റെയിലിൽ മുന്നോട്ടും ആക്കാം. ഇത് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു സീറ്റാണിത്. ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യം വരില്ല. ഇതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴേ ശരിക്കും ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്ന ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്പ്രിങ്ങുള്ള സീറ്റ് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു വിസിബിലിറ്റിയാണ്. ഇത് ഓടിക്കാനായിട്ട് തീർത്തും ഒരു കാറ് പോലെയാണെന്ന് തന്നെ പറയാം. കാരണം എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കാം. ഈ മിററുകൾ, ആ ഒരു മിറർ, ഈ ഒരു മിറർ എല്ലാം കൂടി ചേരുമ്പോൾ തീർത്തും നല്ല വിസിബിലിറ്റി ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 5 സ്പീഡല്ല, 6 സ്പീഡാണ്. ഈ ഒരു റിവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വലത്തോട്ടാണ്. ലൈലാൻഡിൻ്റെ ആ ഒരു വണ്ടി ഓടിച്ചപ്പോഴേ ഏതായിരുന്നു വണ്ടി, എനിക്കൊന്ന് പാർട്ട്ണറാകുന്നുണ്ട്. ഒരു സിഗ്നൽ നിർത്തിയേക്കായിരുന്നു. ഫസ്റ്റ് ഇട്ടപ്പോൾ ആ ഫസ്റ്റിൻ്റെ പൊസിഷൻ റിവേഴ്സായിരുന്നു. ബാക്കിൽ ഇയോൺ ജസ്റ്റ് രക്ഷപ്പെട്ട് പോയതാണ്. കാരണം ഞാൻ ഫസ്റ്റിന് പകരം റിവേഴ്സ് ഇട്ടത്. ഒരു കോളറോ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. റിവേഴ്സ് ഇവിടെ ആയതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ സ്റ്റിയറിങ്ങിന് ടാറ്റയുടെ
പഴയ ഹെക്സയുടെ സ്റ്റിയറിംഗുമായിട്ട് സാമ്യമുണ്ട്, ഇവൻ ദോ വലിപ്പം കൂടുതലാണെങ്കിലും. ടാറ്റയുടെ ഈ ഒരു അൾട്രാ പ്രൈമിൻ്റെ മീറ്റർ ക്ലസ്റ്റർ കണ്ടോ. ഈ മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് കീ ഓണാക്കി, ഇത് ഓണാവുന്നില്ലല്ലോ. ഓക്കെ, സാധാരണ വണ്ടികൾ പോലെ ചുറ്റി നടന്ന് വന്ന് ബാറ്ററി സ്വിച്ച് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. പകരം ഒരു ചെറിയ സ്വിച്ചാണ് ഇവിടെ. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ആ ഒരു ബാറ്ററി ഓൺ ആവുന്നതാണ്. അപ്പോൾ മീറ്ററിന് ജീവൻ വെച്ചു, ഒന്ന് സ്വീപ്പ് ചെയ്ത് വന്നു. കാറുകളിലേതുപോലെ MIDയിൽ അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ബാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. എയറിൻ്റെ ബാറുണ്ട്, ആ ഒരു ആഡ് ബ്ലൂ DEF കാണാം. പിന്നെ ഫ്യൂവൽ മീറ്റർ എന്ന് പറയുന്നത് വലിയ മീറ്ററാണ്. ഇവിടെ ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഉണ്ട്. ടെമ്പറേച്ചർ മീറ്ററും കാണാം. ടേറ്റ് ലൈറ്റ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് സെറ്റ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ എന്ന് പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ മോഡെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടോ 7 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഇതിന് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ആ ഒരു ട്രിപ്പ് മീറ്റർ അല്ലെങ്കിൽ ഓഡോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഈ സ്വിച്ച് പാനൽ കണ്ടോ വലത്ത്, ക്ലച്ച് ഫ്ലൂയിഡ് നമ്മളിവിടെയാണ് ഒഴിക്കുക, അതിനുള്ള ആ ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ലെവലർ ഉണ്ട് ഇവിടെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്ലൈഡിങ് ഡോർ അല്ലെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക് ഡോറ് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഞെക്കി കഴിയുമ്പോൾ ആ ഒരു എയർ ടാങ്കിൽ എയർ മുഴുവൻ പോവും. അല്ലെങ്കിൽ വലിച്ച് കഴിയുമ്പോൾ ഇവിടെ ഫോഗ് ലാമ്പിൻ്റെ ബാറ്ററിയുടെ ഹസാർഡ് ലൈറ്റിൻ്റെ OBD പോർട്ട് ആ ഒരു കാര്യങ്ങൾ കാണാം. OBD പോർട്ടിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ആണത്. ഇനി ഇവിടെ ആ ഒരു സിലിണ്ടറുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചും കൺട്രോൾസും കാണാം. ആ ഒരു ഹെക്സറ പോലുള്ള സ്റ്റിയറിംഗ് കാണാം, നല്ല നീറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇതാണ് ഡോറ് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ. ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സൗണ്ട് അങ്ങ് മാറും. അതായത് ഡോർ ഓപ്പൺ ആകൊണ്ടാണ് ആ സൗണ്ട് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡോർ റീസെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലൈറ്റുകളുടെ സ്വിച്ചാണ്, DEF റീസർക്കുലേഷൻ ചെയ്യാനുള്ള ആ ഒരു മോഡ്. ഇത് ലൈറ്റ് ഹെവി എന്നുള്ളത് നമ്മൾ എൻജിൻ മോഡുകൾ അല്ലെങ്കിൽ ഡ്രൈവ് മോഡുകൾ പറയും. ഇത് എൻജിൻ ബ്രേക്കിങ്ങുള്ള സ്വിച്ചാണ്. ലോറിക്കും ആ ഒരു ബസ്സിനൊക്കെ ഉണ്ടാകുന്ന എൻജിൻ ബ്രേക്കാണ് ഇറക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാനുള്ളത്. ഇത് 12 വോൾട്ട് സോക്കറ്റാണ്. ആ ഒരു സോക്കറ്റ് അവിടെ കാണാം. AC ഓട്ടോമാറ്റിക് ആണ്, എന്ന് വെച്ചാൽ കാറുകളിലെ പോലെ ക്ലൈമട്രോണിക് AC ആണ്. വാല്യൂയുടെ എൻജിൻ മൗണ്ടഡ് കംപ്രസറുള്ള AC ആണ്, വാല്യൂ AC ആണ്. പിന്നെ ഇവിടെ ആ ഒരു എമർജൻസി ഡോർ ഓപ്പണിൻ്റെ ബട്ടൺസ് കാണാവുന്നതാണ്. ഇതാണ് 6 സ്പീഡ് കേബിളുള്ള ആ ഒരു ഗിയർ ഷിഫ്റ്ററാണ്. പഴയ പോലെ ബാക്കിൽ നിന്ന് വരുന്ന വലിയ ലിവറല്ല ഇപ്പോൾ ബസ്സിന് എന്നുള്ളതാണ്. ഒരു ഫാൻ ഉണ്ട് ഡ്രൈവർക്ക്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുണ്ട്. നമ്മൾ വരവേൽപ്പ് സിനിമയിൽ കണ്ടിട്ടില്ലേ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഓർഡറാണ്, അതിവിടെ കാണാം. ഇത് ഡ്രൈവറുടെ AC. ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള സംഗതികൾ കാണാം. ഇനി ഇവിടെ നമുക്കൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു മുകളിലുള്ള ആ ഒരു വലിയ ഓപ്പണിംഗ് എന്ന് പറയുന്നത് വല്ല മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനായിട്ടേ ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ടോ. അത് കാര്യമായിട്ട് കാണാം. അതിവിടെ മാത്രമല്ല, അവിടെയുണ്ട്. ഇവിടെ താഴെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇത് പക്ഷേ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. ഇതിനകത്ത് ആവശ്യമുള്ള സംഗതി വയ്ക്കാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഗ്ലോ ബോക്സ് എന്നൊക്കെ വിളിക്കാം. ഈ മിറർ കൊള്ളാം. പിൻഭാഗം നമുക്ക് മുഴുവനായിട്ട് കാണാം. ആ ഒരു ആളുകളെ മുഴുവൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു മിററിൽ അത്യാവശ്യം നല്ല കാഴ്ചയുണ്ട്. ഈ ഒരു സൺവൈസർ എന്ന് പറയുന്നത് 2ആയിട്ട് താഴേക്കും മുകളിലേക്കും മടക്കാൻ പറ്റും. ബസ്സാണ്, വലിയ ഗ്ലാസ്സാണ്, അത് വേണം. അതൊരു കാര്യമായിട്ട് കാണാം. പിന്നെ ഇത് മടക്കി വെച്ചാൽ ആ ഒരു മിറർ നമുക്ക് തീർത്തും വിസിബിൾ ആവുകയും ചെയ്യുന്നതാണ്. ഇവിടെ കണ്ടോ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ആ ഒരു സംഗതി. ഇത്രയും വലിയ ബസ്സിൻ്റെ ഫ്യൂസ് ബോക്സ് എവിടെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫ്യൂസ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്യൂസ് ബോക്സ് എന്ന് പറയുന്നുണ്ടോ. ഈ സീറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നതാണ്. വെയിറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ ഉണ്ടോ വെഹിക്കിൾ ടു ബി സ്റ്റേഷനറി, ഡ്രൈവർ ടു സിറ്റ് ഓൺ ദ സീറ്റ്, ടേൺ ദ നോബ് ടു അഡ്ജസ്റ്റ് ദ ഹൈറ്റ് എന്നുള്ളതാണ്. ഇത് വാക്വം അസിസ്റ്ററാണ്. ഇതാണ് വണ്ടിയുടെ ആ ഒരു പാർക്ക് ബ്രേക്ക് എന്നുള്ളതാണ്. കോളറുണ്ട്. പിന്നെ ഡ്രൈവ് ബൈ വയറാണ്. ഈ ഒരു തോട്ടിൽ നമുക്ക് കാണാം. ക്ലച്ച് ബ്രേക്ക് പെഡലുകൾ തമ്മിൽ നല്ല ആ ഒരു അകലമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഫ്ലോർ ഫ്ലാറ്റ് ആണെന്നും കാണാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. പഴയ ആളുകൾ ബസ് ലോറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സെക്കൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യും. അതായത് ടർബോ ആണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ മറക്കാനും പാടില്ല. അത് ബസ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ശരിക്കും കാറ് പോലെ ഞാൻ പറഞ്ഞു വരുന്നില്ല. ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും ആ ഒരു ടിൽറ്റും റീച്ചൊക്കെ തന്നെ കാറ് പോലെയാണ്. ഗിയർ ഷിഫ്റ്റും അങ്ങനെ തന്നെയാണ്. 6 ഗിയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1500 RPM തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്ന 7 കിലോമീറ്റർ മൈലേജാണ്. ഞാൻ ഹെവി മോഡലാണ് ഓടിക്കുന്നത്. അത് ലൈറ്റും ആക്കാം. ഈ സൗണ്ട് കേട്ടോ, രസമുണ്ടല്ലേ. അപ്പോൾ പഴയ കൺവെൻഷണൽ രീതിയിലുള്ള വണ്ടികൾ എന്ന് പറയുന്നത് ആ ഒരു 34 സീറ്റർ, 49 സീറ്റർ അങ്ങനെയുള്ള സീറ്റുകളാണ്. അതിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ലെഗ് സ്പേസിൻ്റെ കുറവുണ്ടാവും. ആ ഒരു ഇടുങ്ങി ഇരിക്കേണ്ടി വരും. ഈ ഒരു ഫാക്ടറി ഫിറ്റഡ് ആ ഒരു ബോഡി ആയിട്ട് വരുന്ന വണ്ടികളിൽ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ കൺവെൻഷണൽ രീതിയല്ല, കുറച്ചുകൂടി ആ ഒരു പുതുമയുണ്ട്, കുറച്ചുകൂടി ആ ഒരു എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഡ്രൈവർ സീറ്റ് നോക്കിയാൽ ആ ഒരു ഫീൽഡിൽ ഇരുന്ന് നമ്മളങ്ങനെ തുള്ളി കളിച്ച് പോകുമ്പോൾ പാരബോളിക്കാണ് ലീഫ് സ്പ്രിങ്. അതുകൊണ്ട് എയർ ആ ഒരു സസ്പെൻഷനുള്ള ബസ്സിൻ്റെ അത്രയില്ലെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ എഞ്ചിന് ആ ഒരു സൗണ്ട് കൂടി RPM കൂടും. അപ്പോൾ വേഗം ഗിയർ മാറിയിട്ട് നമുക്ക് ഓടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും അത്യാവശ്യം ഈസിയാണ് ഓടിക്കാൻ. ഒരു കാറ് പോലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു വലിയ ബസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. 160 HP ആണ് ഇതിൻ്റെ പവർ. 4
ആ ഒരു സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിക്ക് ഏറെക്കുറെ 475 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള വണ്ടികളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് വാങ്ങുന്ന ആൾക്ക് കിട്ടുന്ന ലാഭമാണ്. എന്ന് വെച്ചാൽ 7 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ജിംനി പോലുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് 9.5 അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈലേജൊക്കെ കണ്ട് ശീലമുണ്ട്. അപ്പോൾ ഒരു ബസ്സിന്, ഇത്രയും വലിയ സീറ്റിലെ ബസ്സിന് 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല മൈലേജാണ്, അതിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി നല്ലതാണ്, അതായത് ഓടിക്കാനായിട്ട് ഒരു വലിയ എക്സ്പെർട്ടൈസ് വേണ്ട. അപ്പോൾ വിമാനങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്താ പറയുക, ഒരു ഫ്ലൈറ്റിൽ നിന്ന് മറ്റേ ഫ്ലൈറ്റിലേക്ക് മാറുമ്പോൾ സിമുലേറ്റർ ട്രെയിനിങ് വേണമെന്നൊക്കെ പറയും. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ നമുക്ക് ഒരു ഇത്തിരി സമയമെടുക്കും ആ ഒരു കയ്യിൽ വരാമെന്ന് പറയും. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു നെക്സോൺ EV മാക്സ് ഓടിച്ചുകൊണ്ട് ഞാൻ ഓടിക്കുന്നത് ഒരു സാധാരണ ഒരു കാർ ഓടിക്കുന്ന പോലെയാണ്. അത് ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ്. ക്ലച്ചൊക്കെ തീർത്തും ലൈറ്റാണ് കേട്ടോ. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു ഈസിനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ പാർക്ക് ചെയ്യാനാണെങ്കിലും തിരിക്കാനാണെങ്കിലും എല്ലാം ഈസിയാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബസ്സിൻ്റെ രൂപം മാറിയപ്പോഴും ബസ്സിൻ്റെ സ്വഭാവം മാറിയപ്പോഴും ഡ്രൈവിങ്ങിൻ്റെ സ്റ്റൈലും കൂടി മാറിയിട്ടുണ്ട് കൂടുതൽ. കാരണം പഴയ ആ ഒരു ബസ് ഡ്രൈവേഴ്സിൻ്റെ പോലെയല്ല അപ്പോഴത്തെ ആൾക്കാർ. എന്ന് വെച്ചാൽ AC-ലിരുന്ന് സുഖമായിരുന്ന് ഓടിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടം. അക്കൂട്ടത്തിലേക്ക് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് ഏറെക്കുറെ ഒരു 40 ലക്ഷം രൂപ താഴെയാണ് വില. അപ്പോൾ ഒരു വണ്ടിയുടെ ഷാസി വാങ്ങി ബോഡി കെട്ടി ഇറക്കുന്നതിനേക്കാൾ ലാഭത്തിൽ നല്ല ഫാക്ടറി ഫിറ്റ് ആയിട്ടുള്ള ആ ഒരു ബോഡിയുള്ള സേഫ്റ്റി, അതായത് പാർക്കിംഗ് സെൻസർ പോലുള്ള കാര്യങ്ങളുള്ള ഓട്ടോമാറ്റിക് AC പോലുള്ള കാര്യങ്ങളുള്ള ഒരു വണ്ടി കിട്ടുമെന്നുള്ളതായിരിക്കും ഈ ഒരു മാർക്കോ പോളോടുള്ള ഏറ്റവും വലിയ ഗുണം. എനിക്ക് തോന്നുന്നത് KSRTC മനസ്സിലാക്കിക്കൊണ്ടാണ് സൂപ്പർ ഫാസ്റ്റുകൾ മാർക്കോ പോളോ ആയിട്ടുള്ളത് ഒബ്വിയസ്ലി. അതുപോലെ മറ്റുള്ള ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് ചെയ്യുന്നുണ്ട്. റോബിൻ ഫോർ എക്സാമ്പിൾ. പിന്നെ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്ന് പറയുന്നത് AIP എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു തിങ്ങാണ്. അത് ചെറിയ സീറ്റ് മുതൽ അങ്ങോട്ട് 40 സീറ്റ് വരെയുള്ള വണ്ടികൾക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും ഒരു വണ്ടി വാങ്ങിയിട്ട് ഒരു ഓപ്പറേഷൻ തുടങ്ങാനായിട്ട് ഇതുപോലുള്ള വണ്ടികളാണ് ബെസ്റ്റ് ഇനിയുള്ള കാര്യമായിട്ട് പറയാൻ പറ്റും. ഭാരത് ബെൻസ്, അതല്ലെങ്കിൽ ഇപ്പോൾ ലൈലാൻഡിൻ്റെ മോഡലുകൾ, അതല്ലെങ്കിൽ ടാറ്റയുടെ ഈ ഒരു മാർക്കോ പോളോ സീരീസുകൾ, അങ്ങനെയുള്ള പലവിധമായ വണ്ടികളുണ്ട്. പക്ഷേ അത് ബെസ്റ്റ് ബോഡി ബിൽഡേഴ്സിൻ്റെ ആ ഒരു നെയ്ത്തടിക്കും തോന്നില്ല. കാരണം അവർക്ക് എപ്പോഴും കസ്റ്റമൈസേഷണൽ ഓപ്ഷൻസ് എന്തായാലും ഉണ്ട്. ഇതിനാണെങ്കിലും ഇപ്പോൾ ഒരു TV വാങ്ങി വെക്കണം, ഒരു സൗണ്ട് സിസ്റ്റം വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാ ചെയ്യാനുള്ളത്. അപ്പോൾ വണ്ടി ഇറക്കിയിട്ട് ഒരു 1-2 ലക്ഷം രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ പിറ്റേ ദിവസം പോലെ എടുത്ത് ഓടിക്കാം. അത് സ്പെൻഡ് ചെയ്യാതെ തന്നെ ഓടിക്കാം. ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളത് ഇതുപോലുള്ള ബസ്സുകളുടെ ഗുണമാണ്. കാർ ഓടിക്കുന്ന പോലെയല്ല ലോറിയും ബസ് ഓടിക്കൽ. ഇത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. കാരണം വലിയൊരു വണ്ടി ഇപ്പോൾ ഒരു ആനപ്പാപ്പാൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ നമുക്ക് ബസ് ഓടിക്കുമ്പോൾ കിട്ടും, അല്ലെങ്കിൽ ലോറി ഓടിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു സാഹസികമായിട്ടുള്ള ഡ്രൈവ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ ആ ഒരു പഴയ ലൈലാൻഡ് ഡബിൾ ക്ലച്ചൊക്കെ ചവിട്ടി മാറുന്നതിന് പകരം സിമ്പിളായിട്ട് കാറ് പോലുള്ള ആ ഒരു ഓടിക്കൽ കിട്ടിയപ്പോൾ ആർക്കും ഓടിക്കാം ബസ് പോലുള്ള വണ്ടികൾ എന്നുള്ളത്. ഇപ്പോൾ വിദേശത്തൊക്കെ അങ്ങനെയാണല്ലോ, വണ്ടി റെൻ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ കാരവാനുകളാണെങ്കിലും അതല്ല ബസ്സുകളാണെങ്കിലും അതല്ല ആ ഒരു RV-കളാണെങ്കിലും എല്ലാം ഓടിക്കാം. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ ഇതുപോലുള്ള ബസ്സുകൾ വരുമ്പോൾ AC-യും കംഫർട്ടബിളായിട്ട് ഓടിക്കാവുന്ന വണ്ടികൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വണ്ടികളും എല്ലാവർക്കും ഓടിക്കാമെന്ന് പറയുന്ന പോലെ ബസ്സിൻ്റെ കാര്യത്തിലേക്ക് അത് മാറ്റമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ കാര്യം. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് കൊള്ളാം, ഇതിൻ്റെ ഡ്രൈവബിലിറ്റി കൊള്ളാം, ഇതിൻ്റെ മൈലേജും കൊള്ളാമെന്നാണ്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.